പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ബലിയർപ്പണത്തിന് കൊല്ലപ്പറമ്പിൽ വർഗീസ് മേരി, മാളികപ്പറമ്പിൽ ആലിസ് ജെയിംസ്, കണ്ണമ്പള്ളി, കളത്തിപ്പറമ്പിൽ അന്തപ്പൻ, ഔസേ മരിയ, പഴമടത്തിൽ വർക്കി, ത്രേസ്യാമൂട്ടി, സെബാസ്റ്റ്യൻ, ഷേർലി, വാലുകൾ, ആന്റണി, അന്ന എന്നീ പരിതാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും ആരും പോലും ഇല്ലാത്തവർക്ക് വേണ്ടിയും ടെസി ജോഷി വലിയ വീട്ടിന് വേണ്ടിയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് സാർവത്രിക സഭ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരു സമൂഹത്തെ മുഴുവൻ ആത്മീയതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ കൃതികൾക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. എവിടെയാണ് നിന്റെ മനസ്സാക്ഷി നിന്നോട് പറയുന്നത് തിരികെ നടക്കുകയെന്ന്? ദൈവത്തിന് മുമ്പിലെ ഈ അല്പനിമിഷങ്ങൾ വിലയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധനായ ഒരു വൈദികൻ. ഇന്നത്തെ തിരുവചനത്തിൽ നാം ശ്രമിക്കുന്നത് ഇപ്രകാരം ഒരു വചനമാണ്. ഒത്തിരി ആളുകൾ ക്രിസ്തുവിൻ്റെ പക്കൽ കടന്നു വരുന്നു. എന്തിനോ അവനെ കുറ്റം വിധിക്കുവാനായിട്ട്. അവർ മനസ്സിൽ നനച്ചിരിക്കുകയാണ്. ഏത് വിധേനയും ഇവനെ കുറ്റം വിധിക്കുന്നു. സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉൾക്കൊള്ളാനാവാതെ കൂടെയായിരുന്നവനെ തരം താഴ്ത്തുന്ന ഒരു സ്വഭാവം. ഒരുപക്ഷെ എന്നിലും നിങ്ങളിലും ഈ ഒരു മനോഭാവം കടന്നു വരാറുണ്ട്. ചിലപ്പോൾ കുടുംബമെന്ന ഒരു അന്തരീക്ഷത്തിലാണ്, സൗഹൃദമെന്ന വലിയ സന്തോഷത്തിലാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സാക്ഷി നമ്മളോട് തന്നെ പറയാറുണ്ട്, പറയരുത്, അരുത് എന്ന്. ഈ ബലിയർപ്പണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സിനായിട്ട്, അപ്പോൾ ചിലർക്ക് വിട്ടുകൊടുക്കുവാനുള്ള ബുദ്ധി നമുക്ക് ലഭിക്കുവാനായിട്ട്, ചെയ്തുപോയ പാപങ്ങളെയോർത്ത് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ഭക്തിപൂർവ്വം ഈ ബലിയർപ്പണത്തിന് പങ്കുചേരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ ഒത്തിരി പരിശ്രമിക്കുന്നതോടും എല്ലാ മാനവരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. വൈദികനായ വിശുദ്ധ യോഹന്നാനെ അങ്ങ് സമ്പൂർണ്ണ ആത്മപരിത്യാഗത്തിൻ്റെയും കുരിശിൻ്റെയും സ്നേഹത്തിൽ നിസ്തുലനാക്കിയാലും അദ്ദേഹത്തിൻ്റെ മാതൃകയോട് നിരന്തരം ചേർന്നിരുന്നുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ നിത്യമായ ധ്യാനത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
മൂന്നാം വാരം തിങ്കൾ ഒന്നാം വായന. ആ ദിവസങ്ങളിൽ ബാലാം ശിരസ്സ് ഉയർത്തി നോക്കിയപ്പോൾ ഇസ്രായേൽ അവന്റെ കൂടാരങ്ങളിൽ ഗണം ഗണമായി വസിക്കുന്നത് കണ്ടു. ദൈവചൈതന്യം അയാളിൽ ആവസിച്ചു. അയാൾ പ്രഭാഷണം തുടങ്ങി. ബെയോറിന്റെ മകൻ ബാലാം സംസാരിക്കുന്നു. കണ്ണുകെട്ടപ്പെട്ടിരിക്കുന്ന ഉമാൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ മുഖം ദർശിക്കുന്നവൻ, പാരവശ്യത്തിൽ വീണ്ടും കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നു. തരുനിബിഡമായ താഴ്വര പോലെ, നദീതടത്തിലെ ഉദ്യാനങ്ങൾ പോലെ, കർത്താവ് നിർമ്മിച്ച കൂടാരങ്ങൾ പോലെ, ജലസമീപത്തുള്ള ദേവദാനങ്ങൾ പോലെയായിരിക്കുന്ന താങ്കളുടെ കൂടാരങ്ങൾ എത്ര മനോജ്ഞം! ഇസ്രായേൽ, താങ്കളുടെ പാളയങ്ങൾ എത്ര മനോഹരം! അദ്ദേഹത്തിന്റെ തൊട്ടികളിൽ നിന്ന് ജലം പ്രവഹിക്കും. അദ്ദേഹത്തിന്റെ വിത്തിന് വെള്ളം ധാരാളം. അദ്ദേഹത്തിന്റെ അരജൻ ആകാകിനു വേണ്ടി നീക്കപ്പെടും. അദ്ദേഹത്തിന്റെ രാജ്യം പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യും. അയാൾ തന്റെ പ്രഭാഷണം തുടർന്നു. ബെയോറിന്റെ മകൻ ബാലാം സംസാരിക്കുന്നു. കണ്ണുകെട്ടപ്പെട്ടിരിക്കുന്ന ഹൂമാൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ വിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ മുഖം ദർശിക്കുന്നവൻ, പാരവശ്യത്തിൽ വീണ് കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ കാണും, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അദ്ദേഹത്തെ വീക്ഷിക്കും, എന്നാൽ സമീപത്തു നിന്നല്ല. യാക്കോബിൽ നിന്ന് ഒരു താരം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോഴിയും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. അങ്ങയുടെ സത്യത്തിൽ നടത്തി എന്നെ പഠിപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ രക്ഷകനായ ദൈവമാകുന്നു. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യവും അതിപ്രാചീന കാലം മുതലുള്ള കൃപയും അവിടുന്ന് ഓർമ്മിക്കണമേ. അങ്ങയുടെ കാരുണ്യമനുസരിച്ച് കർത്താവേ, അങ്ങയുടെ നന്മയെ പ്രതി അങ്ങനെ അനുസ്മരിക്കണമേ. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവേ, അങ്ങ് നല്ലവനും നീതിമാനുമാകുന്നു. തന്നിമിത്തം അവിടുന്ന് പാപികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നു. എളിയവരെ അവിടുന്ന് നീതിയിലേക്ക് ആനയിക്കുന്നു. അവർക്ക് തന്റെ മാർഗം ഉപദേശിച്ചു കൊടുക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഊടുവഴികളും എനിക്ക് ഉപദേശിച്ചു തരണമേ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാതകൾ നേരെയാക്കുവിൻ. മനുഷ്യർ മുഴുവൻ കർത്താവിന്റെ രക്ഷയുടെ ശക്തി കാണും. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അകാലത്ത് ഈശോ ദേവാലയത്തെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന ആചാര്യന്മാരും ജനപ്രമാണികളും അടുത്തെത്തി. താങ്കൾ എന്തധികാരത്തിലാണ് ഇവയൊക്കെ ചെയ്യുന്നത്? താങ്കൾക്ക് ഈ അധികാരം ആര് നൽകിയെന്ന് ചോദിച്ചു. ഈശോ അവരോട് അരുളി ചെയ്തു, എനിക്ക് നിങ്ങളോടൊന്ന് ചോദിക്കുവാനുണ്ട്. അതിന് നിങ്ങൾ ഉത്തരം പറയുന്ന പക്ഷം എന്തധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും? അവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നാം പറഞ്ഞ ഉടനെ നിങ്ങൾ എന്തുകൊണ്ട് അയാളിൽ വിശ്വസിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നാം ജനങ്ങളെ ഭയപ്പെടണം. എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു. ആകയാൽ തങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് അവർ ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഈശോ അരുളി ചെയ്തു,
എങ്കിൽ എന്തധികാരത്തിലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സഹോദരനെ, എൻ്റെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ നാമത്തിലെ സ്തുതിക്കും കാണിക്കും നമ്മുടെ അമ്മത്തിന്റെ സൗന്ദര്യമായി ഈ കരുതലുകൾ സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ സ്മരണ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് തൃക്കൻ പാർക്കണമേ. കർത്താവിൻ്റെ പീഡാസഹന രഹസ്യം ആഘോഷിക്കുന്ന ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് അനുകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടി പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകനും അവിടുത്തെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നവനായി കാണുവാനും തന്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃത്തങ്ങളോടുമൊത്തും അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹിമയുടെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 Amen.
വിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ മഞ്ഞുപോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകണേ. അവിടുന്ന് ഒറ്റി കൊടുക്കപ്പെട്ട സ്വർണ്ണസാരി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യോസേയ പിതാവിനോടും അപ്പോസ്തലഗണത്തോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക്
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാകട്ടെ. എന്തുകൊണ്ട് ശക്തിയും മാർഗവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കൽപ്പാർന്ന് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിലെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
വിശുദ്ധ യോഹന്നാനിൽ കുരിശിന്റെ രഹസ്യം അങ്ങ് വിസ്മയകരമായി വെളിപ്പെടുത്തിയല്ലോ. ഈ ബലിയിൽ നിന്ന് ശക്തി ആർജിച്ച ക്രിസ്തുവിനോട് ഞങ്ങൾ വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കുവാൻ സഭയിൽ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പേ, അങ്ങയിൽ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആകെയും അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യമരണവും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു. നമുക്ക് ഏറ്റുചൊല്ലാം. പ്രത്യേക നന്മകളും ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് അങ്ങേ വല്ലഭമായ മാധ്യസ്ഥ വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിന്റെ കാവൽക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ വിശുദ്ധ ഔസേപ്പേ, എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്ത ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ വിശുദ്ധ ഔസേപ്പേ, തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഗോത്രപിതാവായ വിശുദ്ധ ഔസേപ്പേ, എല്ലാം യേശുവിന് വേണ്ടി, എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ, എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ ഞങ്ങളുടെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ.